ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു റെസിപ്പീസുമായിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കുറച്ചധികം കറികളുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ചോറെടുത്തിട്ടുണ്ട്. അപ്പം ഇനി കണവ കിട്ടി എനിക്ക് കുറച്ച്. അപ്പോൾ ഞാനത് കണവത്തോരൻ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഉടനെ ഇടാം കേട്ടോ. അപ്പോൾ കണവത്തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ചോറും കണവത്തോരനൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം കുറച്ച് കണവത്തോരനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണവത്തോരൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ കുറച്ച് അവിയലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അവിയലും പല രീതിയിൽ വെക്കാറുണ്ട്. സദ്യ അവിയൽ അതൊരു സ്പെഷ്യലാണ്. അപ്പോൾ ഇത് എൻ്റെ രീതിയിലാണ് ഞാൻ ഈ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഉടനെ ഇടാം. അപ്പോൾ കുറച്ച് അവിയലും കൂടെ ഞാൻ ആ ചോറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്നതെന്ന് പറയണം കേട്ടോ. എത്രയധികം വിഭവങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഇനി കമൻറ്റ് ഇടണേ. ഇനി ഞാൻ ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ചക്ക എരിശ്ശേരിയാണ്. അപ്പം നമ്മൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകമൊക്കെ ചേർത്ത് അരച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ടൊന്ന് കടുവറുത്തും കൂടി എടുക്കും. അപ്പോൾ അതും ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇനി കുമ്പളങ്ങ മോര് കറിയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കുമ്പളങ്ങയ്ക്ക് വരെ നമ്മൾ വെള്ളരിക്കയൊക്കെ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ഇനി ഒരു 2 പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തോ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായല്ലേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. താങ്ക്